ഇമോഷണൽ ഇന്റലിജൻസ്. മനുഷ്യന്റെ ജീവിതത്തെ മനസ്സിലാക്കാനുള്ള ശ്രമങ്ങൾ ഏറെക്കാലമായി തുടരുന്നു. നമ്മൾ എന്തുകൊണ്ട് ചിലപ്പോൾ വളരെ വിവേകമുള്ള തീരുമാനങ്ങൾ എടുക്കുന്നു, എന്തുകൊണ്ട് ചിലപ്പോൾ തെറ്റുകൾ ചെയ്യുന്നു, അത്യന്തം ബുദ്ധിമാന്മാരായിട്ടും എന്തുകൊണ്ട് ചിലർ ജീവിതത്തിൽ പരാജയപ്പെടുന്നു, എന്നാൽ ചിലർ സാധാരണ കഴിവുകൾ മാത്രമുള്ളവരായിട്ടും അസാധാരണ നേട്ടങ്ങൾ കൈവരിക്കുന്നു. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു നിർണായക ഘടകം മുന്നോട്ട് വരുന്നു: നമ്മുടെ വികാരങ്ങൾ. സാധാരണയായി ബുദ്ധിശക്തി അഥവാ ഐക്യു മനുഷ്യന്റെ കഴിവിന്റെ പ്രധാന മാനദണ്ഡമായി കണക്കാക്കപ്പെടുന്നു. സ്കൂളുകളിലും കോളേജുകളിലും പരീക്ഷാ ഫലങ്ങളും അക്കാദമിക് നേട്ടങ്ങളും മാത്രമാണ് ഒരാളുടെ മികവളക്കാൻ ഉപയോഗിക്കുന്നത്. എന്നാൽ യഥാർത്ഥ ജീവിതം ഈ കാഴ്ചപ്പാടിനെ ചോദ്യം ചെയ്യുന്നു. വളരെ ഉയർന്ന ബുദ്ധിശക്തിയുള്ള ആളുകൾ പോലും ചിലപ്പോൾ ബന്ധങ്ങളിൽ പരാജയപ്പെടുന്നു. സമ്മർദ്ദം കൈകാര്യം ചെയ്യാൻ അവർക്ക് കഴിയുന്നില്ല, അല്ലെങ്കിൽ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താൻ ബുദ്ധിമുട്ടുന്നു. ഇതിന്റെ മറുവശത്ത് സാധാരണ ബുദ്ധിശക്തിയുള്ള ചിലർ വളരെ വിജയകരമായ ജീവിതം നയിക്കുന്നു. ഈ വൈരുദ്ധ്യത്തിന്റെ പിന്നിൽ എന്താണ്? ഈ ചോദ്യം നമ്മെ ഒരു പുതിയ ആശയത്തിലേക്ക് നയിക്കുന്നു: ഇമോഷണൽ ഇന്റലിജൻസ് അഥവാ വൈകാരിക ബുദ്ധി. വികാരങ്ങളെ തിരിച്ചറിയാനും അവയെ നിയന്ത്രിക്കാനും മറ്റുള്ളവരുടെ വികാരങ്ങളെ മനസ്സിലാക്കാനുമുള്ള കഴിവാണ് വൈകാരിക ബുദ്ധി. ഇത് മനുഷ്യന്റെ ജീവിതത്തിലെ പല നിർണായക മേഖലകളിലും സ്വാധീനം ചെലുത്തുന്നു. ബന്ധങ്ങൾ, ജോലി, ആരോഗ്യസ്ഥിതി, വ്യക്തിപരമായ സന്തോഷം ഇവയെല്ലാം വികാരങ്ങളുടെ സ്വാധീനത്തിലാണ്. വികാരങ്ങൾ പലപ്പോഴും ദൗർബല്യമായി കണക്കാക്കപ്പെടുന്നു. കോപം, ഭയം, വിഷാദം എന്നിവ നമ്മെ നിയന്ത്രണം വിട്ടവരാക്കുന്നു എന്ന് തോന്നാം. എന്നാൽ ഈ കാഴ്ചപ്പാട് പൂർണ്ണമായും ശരിയല്ല. വികാരങ്ങൾ നമ്മുടെ ശത്രുക്കളല്ല, അവ നമ്മുടെ ജീവിതത്തെ നയിക്കുന്ന ഒരു ആന്തരിക സംവിധാനമാണ്. ഭയം നമ്മെ അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നു. കോപം അനീതിക്കെതിരെ പ്രതികരിക്കാൻ പ്രേരിപ്പിക്കുന്നു. സ്നേഹം മനുഷ്യബന്ധങ്ങളെ ശക്തമാക്കുന്നു. അതിനാൽ വികാരങ്ങളെ ഇല്ലാതാക്കുക എന്നതല്ല ലക്ഷ്യം, അവയെ മനസ്സിലാക്കുകയും ശരിയായ രീതിയിൽ ഉപയോഗിക്കുകയും ചെയ്യുകയാണ് പ്രധാനം. മനുഷ്യന്റെ മനസ്സ് രണ്ട് പ്രധാന സംവിധാനങ്ങളാൽ പ്രവർത്തിക്കുന്നു. ഒരു ഭാഗം യുക്തിപരമായ ചിന്തകൾക്ക് ഉത്തരവാദിയാണ്, മറ്റൊരു ഭാഗം വികാരങ്ങൾക്ക്. ഈ രണ്ട് സംവിധാനങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ മനുഷ്യന്റെ ജീവിതം സന്തുലിതമാകുന്നു. എന്നാൽ യുക്തിയെ മറികടന്ന് വികാരങ്ങൾ നിയന്ത്രണം കൈവിടുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഈ അവസ്ഥയാണ് നമ്മൾ പലപ്പോഴും അനുഭവിക്കുന്ന അപ്രതീക്ഷിത പ്രതികരണങ്ങൾ. വികാരങ്ങളെ എങ്ങനെ മനസ്സിലാക്കാം? അവയെ എങ്ങനെ നിയന്ത്രിക്കാം? അവയെ എങ്ങനെ നമ്മുടെ ജീവിതത്തെ മെച്ചപ്പെടുത്താൻ ഉപയോഗിക്കാം? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുകയാണ് ഈ പുസ്തകത്തിന്റെ ലക്ഷ്യം. ഇന്നത്തെ ലോകത്ത് അറിവും സാങ്കേതിക വിദ്യയും അതിവേഗം വളരുന്ന സാഹചര്യത്തിൽ മനുഷ്യബന്ധങ്ങളുടെ പ്രാധാന്യം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരാൾക്ക് എത്ര അറിവുണ്ട് എന്നതിലുപരി അവൻ മറ്റുള്ളവരുമായി എങ്ങനെ ഇടപെടുന്നു എന്നതാണ് അവന്റെ വിജയത്തെ നിർണയിക്കുന്നത്. ഈ സാഹചര്യത്തിൽ വൈകാരിക ബുദ്ധി ഒരു ഐച്ഛിക കഴിവല്ല, അത് ഒരു അനിവാര്യ കഴിവാണ്. ജീവിതത്തിൽ വിജയിക്കാൻ ബുദ്ധിശക്തി മാത്രം മതിയാകില്ല. വികാരങ്ങളെ മനസ്സിലാക്കാനും കൈകാര്യം ചെയ്യാനുമുള്ള കഴിവാണ് യഥാർത്ഥ വിജയത്തിന്റെ അടിസ്ഥാനം. ഇത് ഒരാളെ നല്ല ബന്ധങ്ങൾ നിർമ്മിക്കാനും സമ്മർദ്ദങ്ങളെ കൈകാര്യം ചെയ്യാനും കൂടുതൽ ബോധപൂർവമായ തീരുമാനങ്ങൾ എടുക്കാനും സഹായിക്കുന്നു. മനുഷ്യന്റെ യഥാർത്ഥ ശക്തി അവന്റെ അറിവിൽ മാത്രമല്ല, മറിച്ച് അവന്റെ വികാരങ്ങളെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിലാണ്. വികാരങ്ങളുടെയും ബുദ്ധിയുടെയും അത്ഭുതകരമായ ബന്ധം മനസ്സിലാക്കാനുള്ള ഈ യാത്രയിൽ മുന്നോട്ടു പോകുമ്പോൾ നമ്മൾ നമ്മെ തന്നെ പുതിയ രീതിയിൽ തിരിച്ചറിയാൻ തുടങ്ങും. അതാണ് ഈ പുസ്തകം നൽകുന്ന ഏറ്റവും വലിയ വാഗ്ദാനം. വികാരങ്ങളുടെ മസ്തിഷ്കം, ഒരു ആഴത്തിലുള്ള പഠനം. മനുഷ്യന്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന ഏറ്റവും ശക്തമായ ഘടകങ്ങളിൽ ഒന്നാണ് വികാരങ്ങൾ. നമ്മൾ എന്ത് ചിന്തിക്കുന്നു, എന്ത് തീരുമാനിക്കുന്നു, മറ്റുള്ളവരുമായി എങ്ങനെ ഇടപെടുന്നു എന്നതെല്ലാം നമ്മുടെ വികാരങ്ങളുടെ സ്വാധീനത്തിൽ തന്നെയാണ് നടക്കുന്നത്. ബുദ്ധിശക്തി മാത്രമല്ല, വികാരങ്ങളും ഒരാളുടെ ജീവിത വിജയത്തിൽ നിർണായക പങ്ക് വഹിക്കുന്നു. വികാരങ്ങൾ മനുഷ്യന്റെ ദൈനംദിന ജീവിതത്തിൽ ഒരു അനുഭവം മാത്രമല്ല, അവ ഒരു പ്രതികരണ സംവിധാനം കൂടിയാണ്. ആദിമകാലത്ത്
ജീവൻ രക്ഷിക്കാനുള്ള പ്രധാന ഉപാധികളിൽ ഒന്നായിരുന്നു വികാരങ്ങൾ. ഒരു ഭീഷണി നേരിടുമ്പോൾ ഉടനെ പ്രതികരിക്കാൻ സഹായിക്കുന്ന ഒരു അതിവേഗ സംവിധാനം പോലെയാണ് വികാരങ്ങൾ പ്രവർത്തിച്ചിരുന്നത്. ഒരു പാമ്പിനെ കാണുമ്പോൾ നമുക്ക് തോന്നുന്ന ഭയം അത് അപകടകരമാണോ എന്ന് വിശകലനം ചെയ്യുന്നതിനു മുമ്പേ തന്നെ നമ്മെ പിന്മാറാൻ പ്രേരിപ്പിക്കുന്നു. ഇത് നമ്മുടെ ജീവൻ രക്ഷിക്കാൻ സഹായിക്കുന്ന സ്വാഭാവിക പ്രതികരണമാണ്. മസ്തിഷ്കത്തിന്റെ ഘടനയിൽ വികാരങ്ങൾക്ക് ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. മനുഷ്യന്റെ മസ്തിഷ്കത്തിൽ ലിംബിക് സിസ്റ്റം എന്നറിയപ്പെടുന്ന ഭാഗമാണ് വികാരങ്ങളുടെ കേന്ദ്രം. ഈ ഭാഗം മനുഷ്യൻ വികസിക്കുന്നതിനു മുമ്പേ തന്നെ രൂപപ്പെട്ടതാണ്. അതിനാൽ വികാരങ്ങൾ നമ്മുടെ ഉള്ളിൽ വളരെ ആഴത്തിൽ പതിഞ്ഞിരിക്കുന്നവയാണ്. ഇതിനുമേൽ നിയന്ത്രണം പുലർത്തുന്നത് നിയോ കോർട്ടക്സ് എന്ന ഭാഗമാണ്. ഇത് യുക്തിപരമായ ചിന്തകൾക്കും വിശകലനത്തിനും ഉത്തരവാദിയാണ്. ഈ രണ്ട് സംവിധാനങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ മനുഷ്യന്റെ പെരുമാറ്റം സമതുലിതമാകുന്നു. എന്നാൽ ചില സാഹചര്യങ്ങളിൽ വികാരങ്ങൾ യുക്തിയെ മറികടന്ന് നിയന്ത്രണം കൈവിടുമ്പോൾ പ്രശ്നങ്ങളുണ്ടാകുന്നു. ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയെയാണ് വികാര അപഹരണം അഥവാ ഇമോഷണൽ ഹൈജാക്കിംഗ് എന്ന് വിളിക്കുന്നത്. ഒരു വ്യക്തി വളരെ ശക്തമായ വികാരങ്ങളുടെ കീഴിൽ അപ്രതീക്ഷിതമായി പ്രതികരിക്കുന്ന അവസ്ഥയാണിത്. ഒരാൾ കോപത്തിൽ പറഞ്ഞ ഒരു വാക്ക് പിന്നീട് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. ആ നിമിഷത്തിൽ യുക്തിപരമായ ചിന്തകൾക്ക് പ്രവർത്തിക്കാൻ സമയം കിട്ടാതെ വികാരങ്ങൾ മുഴുവൻ നിയന്ത്രണവും ഏറ്റെടുക്കുന്നു. ഇതിന് കാരണം വികാരങ്ങൾ കൈകാര്യം ചെയ്യുന്ന മസ്തിഷ്ക ഭാഗം വളരെ വേഗത്തിൽ പ്രവർത്തിക്കുന്നതിനാലും യുക്തിപരമായ ചിന്തകൾക്ക് കുറച്ചു സമയം ആവശ്യമായതിനാലുമാണ്. ഈ വികാര അപഹരണം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദോഷകരമായ ഫലങ്ങൾ ഉണ്ടാക്കുന്നു. ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ, തെറ്റായ തീരുമാനങ്ങൾ, അനാവശ്യ സംഘർഷങ്ങൾ എന്നിവയുടെ പ്രധാന കാരണം ഇതാണ്. എന്നാൽ ഇതേ വികാരങ്ങൾ ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ അവ വലിയ ശക്തിയായി മാറും. വികാരങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതാണ് നിർണായകം. നമ്മൾ എന്താണ് അനുഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള ബോധം വളർത്തിയെടുക്കണം. ഇതിനെ സ്വയം അവബോധം അഥവാ സെൽഫ് അവയർനെസ് എന്ന് വിളിക്കുന്നു. വികാരങ്ങളെ തിരിച്ചറിയാനും അവയെ നിയന്ത്രിക്കാനും കഴിയുന്ന ഒരാൾക്ക് ജീവിതത്തിൽ കൂടുതൽ മികച്ച തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും. വികാരങ്ങളുടെ ഒരു പ്രത്യേക സവിശേഷതയാണ് അവയുടെ വേഗത. യുക്തിപരമായ ചിന്തകൾക്ക് സമയം ആവശ്യമാണ്, എന്നാൽ വികാരങ്ങൾ ഒരു നിമിഷം കൊണ്ട് പ്രതികരിക്കുന്നു. ഇത് പലപ്പോഴും നമുക്ക് സഹായകരമാണ്, എന്നാൽ ചിലപ്പോൾ അപകടകരവുമാകാം. അതിനാൽ വികാരങ്ങളുടെ വേഗതയും യുക്തിയുടെ ആഴവും തമ്മിലുള്ള ഒരു ബാലൻസ് ഉണ്ടാകണം. മനുഷ്യന്റെ വ്യക്തിത്വം രൂപപ്പെടുന്നതിലും വികാരങ്ങൾ നിർണായക പങ്ക് വഹിക്കുന്നു. ബാല്യകാല അനുഭവങ്ങൾ, കുടുംബ പരിസരം, സാമൂഹിക സാഹചര്യങ്ങൾ എന്നിവയെല്ലാം നമ്മുടെ വികാര പ്രതികരണങ്ങളെ സ്വാധീനിക്കുന്നു. കുട്ടിക്കാലത്ത് അനുഭവിക്കുന്ന സ്നേഹം, ഭയം, സുരക്ഷ എന്നിവ പിന്നീട് വ്യക്തിയുടെ പെരുമാറ്റത്തിൽ പ്രതിഫലിക്കുന്നു. വികാരങ്ങൾ ഒരു വ്യക്തിയുടെ ഉള്ളിലെ ആഴത്തിലുള്ള അനുഭവങ്ങളുടെ പ്രതിഫലനമാണ്. മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കാനും അവരോട് അനുയോജ്യമായി പെരുമാറാനുമുള്ള കഴിവ് മനുഷ്യബന്ധങ്ങളുടെ അടിസ്ഥാനമാണ്. ഇതില്ലെങ്കിൽ ബന്ധങ്ങൾ നിലനിൽക്കാൻ ബുദ്ധിമുട്ടാണ്. അതിനാൽ വികാരങ്ങൾ വ്യക്തിപരമായ അനുഭവം മാത്രമല്ല, സാമൂഹിക ഇടപെടലുകളുടെ പ്രധാന ഘടകം കൂടിയാണ്. വികാരങ്ങൾ നമ്മുടെ ശത്രുക്കളല്ല. അവയെ മനസ്സിലാക്കി നിയന്ത്രിക്കാൻ കഴിയുന്നു എങ്കിൽ അവ നമ്മെ വിജയത്തിലേക്ക് നയിക്കുന്ന ശക്തരായ കൂട്ടാളികളാണ്. നമ്മുടെ ഉള്ളിലെ വികാരങ്ങളെ തിരിച്ചറിയുകയും അവയെ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യുകയും ചെയ്യുമ്പോൾ ജീവിതത്തിലെ പല പ്രശ്നങ്ങളും ഒഴിവാക്കാൻ കഴിയും. അതിനാൽ വികാരങ്ങളെ മനസ്സിലാക്കുക എന്നത് ഒരു വ്യക്തിയുടെ ആത്മവികസനത്തിനുള്ള ആദ്യ പടിയാണ്. ഈ അറിവ് ഉപയോഗിച്ച് നമുക്ക് കൂടുതൽ സമതുലിതമായ ജീവിതം നയിക്കാനും നല്ല ബന്ധങ്ങൾ നിർമ്മിക്കാനും കൂടുതൽ വിവേകത്തോടെ തീരുമാനങ്ങൾ എടുക്കാനും കഴിയും. വൈകാരിക ബുദ്ധിയുടെ സ്വഭാവം, മനുഷ്യന്റെ ഉള്ളിലെ നിർണായക കഴിവുകളുടെ ആഴം. സ്കൂളുകളിലും മത്സരങ്ങളിലും തൊഴിൽ അവസരങ്ങളിലും ഉയർന്ന മാർക്കുകളും വിശകലന ശേഷിയും കൂടുതലായി വിലമതിക്കപ്പെടുന്നു. എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ വിജയത്തിന്റെ കഥകൾ പരിശോധിക്കുമ്പോൾ ഒരു വ്യത്യസ്ത സത്യം പുറത്തുവരുന്നു. മികച്ച മാർക്കുകൾ നേടിയ പലരും വിജയികളാകുന്നില്ല.
അതേസമയം സാധാരണ അക്കാദമിക് പ്രകടനം മാത്രമുള്ള പലരും ജീവിതത്തിൽ അതുല്യമായ നേട്ടങ്ങൾ കൈവരിക്കുന്നു. ഈ വൈരുദ്ധ്യത്തിനു പിന്നിലെ കാരണം അന്വേഷിക്കുമ്പോൾ വൈകാരിക ബുദ്ധിയുടെ പ്രാധാന്യം വ്യക്തമായി കാണാം. വൈകാരിക ബുദ്ധി എന്നത് ഒരു ഒറ്റ കഴിവല്ല, അത് നിരവധി മാനസിക ശേഷികളുടെ കൂട്ടായ്മയാണ്. സ്വന്തം വികാരങ്ങളെ മനസ്സിലാക്കുക, അവയെ നിയന്ത്രിക്കുക, മറ്റുള്ളവരുടെ വികാരങ്ങളെ തിരിച്ചറിയുക, അവരുമായി സുസ്ഥിരമായ ബന്ധങ്ങൾ സ്ഥാപിക്കുക, ഇവയെല്ലാം ചേർന്നതാണ് വൈകാരിക ബുദ്ധി. ഒരു വ്യക്തിയുടെ വൈകാരിക ബുദ്ധിയുടെ അടിസ്ഥാന ശിലയാണ് സ്വയം അവബോധം. പലർക്കും തങ്ങൾ എന്താണ് അനുഭവിക്കുന്നത് എന്ന് പോലും വ്യക്തമായി അറിയില്ല. ചിലപ്പോൾ ഒരു അസ്വസ്ഥത, ഒരു അസഹിഷ്ണുത, ഇവയെല്ലാം വ്യക്തമായി തിരിച്ചറിയാൻ കഴിയാത്തതിനാൽ അത് അനിയന്ത്രിതമായ പ്രതികരണങ്ങളായി പുറത്തു വരുന്നു. എന്നാൽ സ്വയം അവബോധമുള്ള ഒരാൾക്ക് തന്റെ ഉള്ളിലെ വികാരങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ കഴിയും. എനിക്കിപ്പോൾ അസ്വസ്ഥതയുണ്ട്, അല്ലെങ്കിൽ ഇത് എന്നെ വേദനിപ്പിക്കുന്നു എന്ന് തിരിച്ചറിയുന്ന നിമിഷം തന്നെ അവയെ നിയന്ത്രിക്കാനുള്ള ഒരു മാർഗം തുറക്കപ്പെടുന്നു. ഈ തിരിച്ചറിവ് അടുത്ത ഘട്ടമായ സ്വയം നിയന്ത്രണത്തിലേക്ക് നയിക്കുന്നു. വികാരങ്ങൾ വരുന്നത് സ്വാഭാവികമാണ്, അവയെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ കഴിയില്ല. എന്നാൽ അവയെ എങ്ങനെ പ്രകടിപ്പിക്കണം എന്നത് നമുക്ക് പഠിക്കാവുന്നതാണ്. കോപം വന്നാൽ ഉടൻ പ്രതികരിക്കുന്നതിന് പകരം ഒരു നിമിഷം നിർത്തി ചിന്തിക്കാൻ കഴിയുന്നവനാണ് വൈകാരിക ബുദ്ധിയുള്ളവൻ. ഈ ചെറിയ ഇടവേളയാണ് വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നത്. പല സംഘർഷങ്ങളും തെറ്റായ തീരുമാനങ്ങളും ഈ ഒരു നിമിഷം ചിന്തിക്കാനുള്ള കഴിവില്ലായ്മ കൊണ്ടാണ് സംഭവിക്കുന്നത്. വൈകാരിക ബുദ്ധിയുടെ മറ്റൊരു പ്രധാന ഘടകമാണ് ആന്തരിക പ്രേരണ. ചിലർക്ക് ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ പുറം ലോകത്തിന്റെ പ്രോത്സാഹനം ആവശ്യമാണ്. എന്നാൽ വൈകാരിക ബുദ്ധിയുള്ള ആളുകൾക്ക് അവരുടെ ഉള്ളിൽ നിന്നാണ് പ്രചോദനം ലഭിക്കുന്നത്. അവർക്ക് ചെയ്യുന്ന കാര്യത്തിൽ ഉള്ള താല്പര്യവും അർത്ഥവുമാണ് പ്രധാനമായത്. ഇത് അവരെ ദീർഘകാലം സ്ഥിരതയോടെ പ്രവർത്തിക്കാൻ സഹായിക്കുന്നു. പരാജയങ്ങൾ അവരെ തളർത്തുന്നില്ല, മറിച്ച് അവയിൽ നിന്ന് പഠിച്ച് മുന്നോട്ടു പോകാൻ അവരെ പ്രേരിപ്പിക്കുന്നു. മറ്റുള്ളവരുടെ വികാരങ്ങളെ മനസ്സിലാക്കാനുള്ള കഴിവില്ലാതെ യാതൊരു ബന്ധവും ദീർഘകാലം നിലനിൽക്കില്ല. അതാണ് സഹാനുഭൂതി. ഒരു വ്യക്തി സംസാരിക്കുമ്പോൾ അവന്റെ വാക്കുകൾ മാത്രമല്ല, അവന്റെ ശബ്ദത്തിലെ ഭാവവും മുഖഭാവങ്ങളും അവന്റെ ഉള്ളിലെ വികാരങ്ങളും മനസ്സിലാക്കാൻ കഴിയുന്നവനാണ് യഥാർത്ഥത്തിൽ സഹാനുഭൂതിയുള്ള ആളുകൾ. ഈ കഴിവ് ഒരാളെ മികച്ച നേതാവും നല്ല സുഹൃത്തും കരുണയുള്ള മനുഷ്യനുമാക്കുന്നു. സഹാനുഭൂതി വികസിച്ചാൽ അത് സാമൂഹിക കഴിവുകളിലേക്ക് സ്വാഭാവികമായി മാറുന്നു. മനുഷ്യർ സമൂഹ ജീവികളാണ്. മറ്റുള്ളവരുമായി സഹകരിച്ചും സംവദിച്ചും ജീവിക്കേണ്ടവരാണ്. നല്ല ആശയവിനിമയം, സംഘർഷങ്ങൾക്ക് പരിഹാരം, കൂട്ടായ പ്രവർത്തനം, ഇവയെല്ലാം വൈകാരിക ബുദ്ധിയുടെ ഭാഗമാണ്. ചിലർക്ക് ആളുകളെ സ്വാഭാവികമായി ആകർഷിക്കാനും അവരെ പ്രചോദിപ്പിക്കാനും കഴിവുണ്ടാകും. ഇത് അവരുടെ വൈകാരിക ബുദ്ധിയുടെ ഫലമാണ്. സ്വയം അവബോധമില്ലെങ്കിൽ വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയില്ല. ആത്മനിയന്ത്രണമില്ലെങ്കിൽ പ്രേരണ നിലനിൽക്കില്ല. സഹാനുഭൂതി ഇല്ലെങ്കിൽ സാമൂഹിക ബന്ധങ്ങൾ ദുർബലമാകും. അതിനാൽ വൈകാരിക ബുദ്ധി ഒരു സമഗ്രമായ സംവിധാനമായി പ്രവർത്തിക്കുന്നു. വൈകാരിക ബുദ്ധി ജന്മനാ ലഭിക്കുന്ന ഒരു ഗുണമല്ല, അത് വളർത്തിയെടുക്കാവുന്നതാണ്. ജീവിതാനുഭവങ്ങൾ, ആത്മപരിശോധന, പരിശീലനം എന്നിവയിലൂടെ ഒരാൾക്ക് തന്റെ വൈകാരിക ബുദ്ധി മെച്ചപ്പെടുത്താൻ കഴിയും. ഇന്നത്തെ ലോകത്ത് അറിവും സാങ്കേതിക വിദ്യയും വളരുന്ന സാഹചര്യത്തിലും മനുഷ്യബന്ധങ്ങളുടെ ഗുണമേന്മയാണ് വിജയത്തിന്റെ പ്രധാന ഘടകം. ഒരു ടീമിൽ പ്രവർത്തിക്കുമ്പോൾ, ഒരു സംഘടനയെ നയിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ ജീവിക്കുമ്പോൾ വൈകാരിക ബുദ്ധിയുള്ളവർക്ക് കൂടുതൽ സ്വാധീനവും വിജയവും ലഭിക്കുന്നു. അവർക്ക് ആളുകളെ മനസ്സിലാക്കാനും അവരെ ഒപ്പം നിർത്താനും പ്രശ്നങ്ങളെ സമാധാനപരമായി പരിഹരിക്കാനും കഴിയും. വികാരങ്ങളെ മനസ്സിലാക്കാനും നിയന്ത്രിക്കാനും കഴിയുന്നവർക്ക് മാനസിക സമ്മർദ്ദം കുറവായിരിക്കും. അവർക്ക് ജീവിതത്തിലെ ഉയർച്ച താഴ്ചകളെ സമതുലിതമായി കൈകാര്യം ചെയ്യാൻ കഴിയും. ഇത് അവരുടെ ആന്തരിക സമാധാനത്തെയും സന്തോഷത്തെയും വർദ്ധിപ്പിക്കുന്നു. യഥാർത്ഥ ബുദ്ധി എന്നത് അറിവിന്റെ അളവല്ല, മറിച്ച് ജീവിതത്തെ മനസ്സിലാക്കാനുള്ള കഴിവാണ്. നമ്മുടെ ഉള്ളിലെ വികാരങ്ങളെ തിരിച്ചറിയുകയും അവയെ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യുകയും മറ്റുള്ളവരുമായി സഹാനുഭൂതിയോടെ ഇടപെടുകയും ചെയ്യുമ്പോൾ
നമ്മൾ കൂടുതൽ പൂർണ്ണരായ മനുഷ്യരായി മാറുന്നു. ഈ ബോധം വളർത്തിയെടുക്കുന്നത് വ്യക്തിപരമായ വളർച്ചയ്ക്കും സാമൂഹിക വിജയത്തിനും മാനസിക സമാധാനത്തിനും വഴിയൊരുക്കുന്നു. അതാണ് വൈകാരിക ബുദ്ധിയുടെ യഥാർത്ഥ മൂല്യം. വൈകാരിക ബുദ്ധിയുടെ പ്രയോഗം ജീവിതത്തിലെ ബന്ധങ്ങളും പ്രവർത്തനങ്ങളും മാറ്റുന്ന ശക്തി. വൈകാരിക ബുദ്ധിയെക്കുറിച്ചുള്ള സിദ്ധാന്തങ്ങൾ മനസ്സിലാക്കുന്നത് ഒരു ഘട്ടം മാത്രമാണ്. അതിനെ ജീവിതത്തിൽ പ്രയോഗിക്കുക എന്നതാണ് യഥാർത്ഥ വെല്ലുവിളിയും അതിന്റെ യഥാർത്ഥ മൂല്യവും. മനുഷ്യന്റെ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബ ബന്ധങ്ങളിലും തൊഴിൽ രംഗത്തും ആരോഗ്യപരമായ അവസ്ഥകളിലും വൈകാരിക ബുദ്ധി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നോക്കാം. മനുഷ്യബന്ധങ്ങളുടെ ഏറ്റവും അടുത്തതും ശക്തവുമായ രൂപമാണ് ദാമ്പത്യ ബന്ധം. എന്നാൽ അതേസമയം ഏറ്റവും കൂടുതൽ സംഘർഷങ്ങൾ ഉണ്ടാകുന്ന മേഖലയുമാണിത്. ഒരാൾ മറ്റൊരാളുടെ വാക്കുകൾ അവഗണിക്കുന്നത്, ചെറിയ കാര്യങ്ങളിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്, വികാരങ്ങളെ ശരിയായി പങ്കുവയ്ക്കാൻ കഴിയാത്തത്, ഇവയെല്ലാം വൈകാരിക ബുദ്ധിയുടെ അഭാവമാണ്. കോപം, നിരാശ, ഭയം തുടങ്ങിയ വികാരങ്ങൾ വന്നാലും അവയെ നിയന്ത്രിച്ച് സഹാനുഭൂതിയോടെ പ്രതികരിക്കാൻ കഴിയുന്നവരുടെ ബന്ധങ്ങൾ ദീർഘകാലം നിലനിൽക്കും. ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പലപ്പോഴും വികാരപരമായ പ്രതികരണങ്ങളിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ചിലർ കോപം വന്നാൽ ആക്രമണ സ്വഭാവത്തോടെ പ്രതികരിക്കും, ചിലർ പൂർണ്ണമായും മിണ്ടാതിരിക്കും, ചിലർ വിമർശനപരമായി സംസാരിക്കും. ഈ പ്രതികരണങ്ങൾ ബന്ധത്തെ ദുർബലമാക്കുന്നു. എന്നാൽ വൈകാരിക ബുദ്ധിയുള്ള ഒരാൾക്ക് തന്റെ വികാരങ്ങളെ മനസ്സിലാക്കാനും അവയെ മറ്റൊരാളുടെ മനസ്സിനെ വേദനിപ്പിക്കാതെ പ്രകടിപ്പിക്കാനും കഴിയും. ഇത് ബന്ധങ്ങളെ കൂടുതൽ ശക്തമാക്കുന്നു. തൊഴിൽ രംഗത്തും വൈകാരിക ബുദ്ധിയുടെ പ്രാധാന്യം വളരെ കൂടുതലാണ്. ഒരു സ്ഥാപനത്തിന്റെ വിജയത്തിന് അതിലെ ജീവനക്കാരുടെ കഴിവുകൾ മാത്രമല്ല, അവർ തമ്മിലുള്ള ബന്ധങ്ങളും നിർണായകമാണ്. ഒരു നല്ല നേതാവ് നിർദ്ദേശങ്ങൾ നൽകുന്ന ഒരാൾ മാത്രമല്ല, ആളുകളുടെ വികാരങ്ങളെ മനസ്സിലാക്കുകയും അവരെ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. ജീവനക്കാരുടെ ആശങ്കകൾ, സമ്മർദ്ദങ്ങൾ, പ്രതീക്ഷകൾ എന്നിവ മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന നേതാക്കൾക്ക് മികച്ച ടീമുകൾ രൂപപ്പെടുത്താൻ കഴിയും. വൈകാരിക ബുദ്ധി ഇല്ലെങ്കിൽ തൊഴിൽ സ്ഥലത്ത് നിരവധി പ്രശ്നങ്ങളുണ്ടാകും. തെറ്റായ ആശയവിനിമയം, അനാവശ്യ സംഘർഷങ്ങൾ, ആത്മവിശ്വാസക്കുറവ്, ജോലിയിൽ താല്പര്യം കുറയുക, ഇവയെല്ലാം അതിന്റെ ഫലങ്ങളാണ്. എന്നാൽ വൈകാരിക ബുദ്ധിയുള്ള ഒരു പ്രവർത്തനാന്തരീക്ഷത്തിൽ ആളുകൾക്ക് അവരുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ കഴിയും, പരസ്പരം പിന്തുണയ്ക്കാൻ കഴിയും, കൂടുതൽ സൃഷ്ടിപരമായ ആശയങ്ങൾ ഉണ്ടാക്കാനും പ്രാവർത്തികമാക്കാനും കഴിയും. മനുഷ്യന്റെ ശരീരവും മനസ്സും തമ്മിൽ അടുത്ത ബന്ധമുണ്ട്. ദീർഘകാല സമ്മർദ്ദം, ആശങ്ക, വിഷാദം എന്നിവ ശരീരാരോഗ്യത്തെ ബാധിക്കുന്നു. സ്ഥിരമായ മാനസിക സമ്മർദ്ദം ഹൃദയരോഗങ്ങൾക്കും പ്രതിരോധശേഷി കുറയുന്നതിനും കാരണമാകാം. ഒരു വ്യക്തി തന്റെ വികാരങ്ങളെ മനസ്സിലാക്കുകയും അവയെ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യുകയും ചെയ്യുമ്പോൾ അവന്റെ ശരീരവും മനസ്സും കൂടുതൽ ആരോഗ്യമുള്ളതാകുന്നു. ശാന്തമായ മനസ്സ് ശരീരത്തിന് വിശ്രമം നൽകുന്നു. ഇതിലൂടെ രോഗങ്ങൾ പ്രതിരോധിക്കാനുള്ള കഴിവ് വർദ്ധിക്കുന്നു. അതുകൊണ്ടാണ് ചില ചികിത്സാ രീതികൾ പോലും മാനസികാവസ്ഥയെ പ്രധാനമായി പരിഗണിക്കുന്നത്. വൈകാരിക ബുദ്ധിയുടെ പ്രയോഗം ജീവിതത്തിലെ ഓരോ മേഖലയിലും കാണാം. ചില മാതാപിതാക്കൾ കുട്ടിയോട് സംസാരിക്കുമ്പോൾ, ഒരു അധ്യാപകൻ വിദ്യാർത്ഥികളെ നയിക്കുമ്പോൾ, ഒരു ഡോക്ടർ രോഗിയോട് ഇടപെടുമ്പോൾ എല്ലായിടത്തും വികാരങ്ങളെ മനസ്സിലാക്കാനുള്ള കഴിവ് നിർണായകമാണ്. ഈ കഴിവില്ലെങ്കിൽ അറിവും കഴിവുകളും ഉണ്ടായിട്ടും ഫലപ്രദമായ ഇടപെടൽ സാധ്യമാകില്ല. വൈകാരിക ബുദ്ധി ഒരു സിദ്ധാന്തമല്ല, അത് ജീവിതത്തിൽ ഉപയോഗിക്കേണ്ട ഒരു പ്രായോഗിക ഉപകരണമാണ്. ഇത് ഉപയോഗിക്കുന്നവർക്ക് ബന്ധങ്ങൾ മെച്ചപ്പെടുന്നു, തൊഴിൽ ക്ഷമത വർദ്ധിക്കുന്നു, ആരോഗ്യവും മെച്ചപ്പെടുന്നു. ഇതൊക്കെയാണ് ജീവിതത്തിന്റെ ഗുണമേന്മ ഉയർത്തുന്നത്. വികാരങ്ങളെ അവഗണിക്കുന്ന ഒരു ജീവിതം യാന്ത്രികമായ ഒരു ജീവിതമായി മാറും. വികാരങ്ങളെ മനസ്സിലാക്കി അവയെ ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു ജീവിതം കൂടുതൽ അർത്ഥവത്തും സമ്പന്നവുമായിരിക്കും. മനുഷ്യന്റെ യഥാർത്ഥ ശക്തി അവന്റെ അറിവിൽ മാത്രമല്ല, മറിച്ച് അവൻ തന്റെ വികാരങ്ങളെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനോടുകൂടി ബന്ധപ്പെട്ടിരിക്കുന്നു. ബന്ധങ്ങൾ സംരക്ഷിക്കാൻ, വിജയകരമായ ഒരു ജീവിതം നിർമ്മിക്കാൻ, ആരോഗ്യകരമായ ഒരു മനസ്സും ശരീരവും നിലനിർത്താൻ വൈകാരിക ബുദ്ധി അനിവാര്യമാണ്.
ഈ ബോധം കൈവരിച്ചാൽ നമ്മൾ നമ്മുടെ ജീവിതത്തെ കൂടുതൽ ബോധപൂർവവും സമതുലിതവുമായ രീതിയിൽ നയിക്കാൻ തുടങ്ങും. അതാണ് വൈകാരിക ബുദ്ധിയുടെ യഥാർത്ഥ പ്രയോഗവും അതിന്റെ ഏറ്റവും വലിയ നേട്ടവും. അവസരങ്ങളുടെ ജാലകം, വികാരങ്ങൾ രൂപപ്പെടുന്ന വഴിയും മാറ്റത്തിനുള്ള മനുഷ്യശേഷിയും. മനുഷ്യന്റെ വൈകാരിക ജീവിതം വളരുന്ന, മാറുന്ന, പുനഃസംഘടിപ്പിക്കപ്പെടുന്ന ഒരു പ്രക്രിയയാണ്. ജീവിതത്തിന്റെ ആദ്യഘട്ടങ്ങളിൽ നിന്ന് ആരംഭിച്ച് ഓരോ അനുഭവവും നമ്മുടെ ഉള്ളിലെ വികാര പ്രതികരണങ്ങളെ രൂപപ്പെടുത്തുന്നു. നമ്മൾ ഇന്ന് എന്താണ് അനുഭവിക്കുന്നത് എന്നത് നമ്മുടെ പഴയ അനുഭവങ്ങളുടെ ഫലമാണ്. എന്നാൽ നാളെ എന്തായി മാറണം എന്നത് ഇന്നത്തെ നമ്മുടെ ബോധപൂർവമായ ശ്രമങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. ഒരു കുഞ്ഞിന്റെ ജീവിതത്തിലെ ആദ്യ വർഷങ്ങൾ അവന്റെ വികാരപരമായ വികസനത്തിന് ഏറ്റവും നിർണായകമാണ്. മാതാപിതാക്കളുമായുള്ള ബന്ധം, അവരുടെ പ്രതികരണ രീതി, സ്നേഹത്തിന്റെ പ്രകടനം, സുരക്ഷിതത്വത്തിന്റെ അനുഭവം ഇവയെല്ലാം ചേർന്നാണ് കുട്ടിയുടെ മനസ്സിൽ വൈകാരിക ലോകം രൂപപ്പെടുന്നത്. കുഞ്ഞ് കരയുമ്പോൾ അതിന് ലഭിക്കുന്ന പ്രതികരണം അതിന്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കപ്പെടുന്നുണ്ടോ എന്ന ബോധം, അതിന്റെ ഉള്ളിൽ ലോകം സുരക്ഷിതമാണോ അല്ലയോ എന്ന ധാരണ രൂപപ്പെടുത്തുന്നു. ഈ ധാരണ പിന്നീട് അവന്റെ എല്ലാ ബന്ധങ്ങളിലും പ്രതിഫലിക്കുന്നു. കുടുംബം വികാരങ്ങൾ പഠിക്കുന്ന ആദ്യത്തെ പരിശീലന കേന്ദ്രമാണ്. കുട്ടികൾക്ക് അവരുടെ വികാരങ്ങളെ പേരിടാനും അവയെ പ്രകടിപ്പിക്കാനും മറ്റുള്ളവരുടെ വികാരങ്ങളെ മനസ്സിലാക്കാനും പഠിപ്പിക്കുന്നത് കുടുംബമാണ്. മാതാപിതാക്കൾ തമ്മിലുള്ള ബന്ധം പോലും കുട്ടികൾക്ക് മാതൃകയാണ്. അവർ സംഘർഷങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, കോപം എങ്ങനെ പ്രകടിപ്പിക്കുന്നു, സ്നേഹം എങ്ങനെ പങ്കുവെക്കുന്നു, ഇവയെല്ലാം കുട്ടികൾ ശ്രദ്ധിച്ചു പഠിക്കുന്നു. അതിനാൽ ഒരു കുടുംബത്തിന്റെ വികാരപരമായ ഗുണമേന്മ ഒരു വ്യക്തിയുടെ ഭാവി ജീവിതത്തെ ശക്തമായി സ്വാധീനിക്കുന്നു. എന്നാൽ എല്ലാ കുട്ടികൾക്കും സമാനമായ അനുഭവങ്ങൾ ലഭിക്കണമെന്നില്ല. ചിലർക്ക് ഭയപ്പെടുത്തുന്ന സംഭവങ്ങൾ, അവഗണന, അതിക്രമം, നഷ്ടം തുടങ്ങിയവ അനുഭവിക്കേണ്ടി വരും. ഇത്തരം അനുഭവങ്ങൾ മനസ്സിൽ ആഴത്തിലുള്ള മുറിവുകൾ സൃഷ്ടിക്കുന്നു. ഈ മുറിവുകൾ പലപ്പോഴും മനസ്സിൽ പതിഞ്ഞു നിൽക്കുകയും ചെറിയ സാഹചര്യങ്ങളിലും അതേ ഭയം വീണ്ടും ഉണരുകയും ചെയ്യുന്നു. ഒരു ചെറിയ ശബ്ദം പോലും വലിയ ഭീഷണിയായി തോന്നുന്നത്, ഒരു സാധാരണ വിമർശനം പോലും തകർച്ചയായി അനുഭവപ്പെടുന്നത്, ഇവയെല്ലാം പഴയ മുറിവുകളുടെ പ്രതിഫലനമാണ്. മനുഷ്യന്റെ മസ്തിഷ്കം പുതിയ അനുഭവങ്ങൾക്കനുസരിച്ച് മാറാനുള്ള കഴിവുള്ളതാണ്. പുതിയ അനുഭവങ്ങൾ, പുതിയ പഠനങ്ങൾ, പുതിയ ബന്ധങ്ങൾ ഇവയെല്ലാം ചേർന്ന് പഴയ വികാര പ്രതികരണങ്ങളെ മാറ്റാൻ സഹായിക്കുന്നു. ഇതാണ് വികാര പുനർപഠനം. ഒരാൾ തന്റെ ഭയങ്ങളെ തിരിച്ചറിഞ്ഞ് അവയെ നേരിടാൻ ശ്രമിക്കുമ്പോൾ പതിയെ അവയുടെ ശക്തി കുറയുന്നു. പുതിയ അനുഭവങ്ങൾ പഴയ ഓർമ്മകളെ പുനർരൂപപ്പെടുത്തുന്നു. ഈ മാറ്റം ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്നില്ല. അത് ഒരു തുടർച്ചയായ പ്രക്രിയയാണ്. ചിലപ്പോൾ അത് ബുദ്ധിമുട്ടായിരിക്കും. പഴയ വികാരങ്ങൾ വളരെ ശക്തമാണ്. എന്നാൽ സ്ഥിരമായ ശ്രമം, ആത്മബോധം, പിന്തുണ ഇവയിലൂടെ ഈ മാറ്റം സാധ്യമാകുന്നു. ഇത് നമ്മെ ഒരു വലിയ തിരിച്ചറിവിലേക്ക് നയിക്കുന്നു. നമ്മുടെ പഴയ അനുഭവങ്ങൾ നമ്മെ സ്വാധീനിച്ചാലും അവ നമ്മെ നിർവചിക്കുന്നില്ല. ചിലർ സ്വഭാവത്തിൽ തന്നെ കൂടുതൽ ശാന്തരാണ്. ചിലർ കൂടുതൽ ഉത്സാഹവാന്മാരാണ്. ചിലർ എളുപ്പത്തിൽ ഭയപ്പെടുന്നവരാണ്. ഈ സ്വഭാവ ഗുണങ്ങൾ ഒരു പരിധിവരെ ജന്മനാ ലഭിക്കുന്നവയാണ്. എന്നാൽ അതുകൊണ്ട് ജീവിതം നിശ്ചിതമായ ഒരു പാതയിൽ മാത്രം പോകണമെന്നില്ല. ഒരാളുടെ സ്വഭാവം അവന്റെ പ്രാരംഭ പ്രതികരണങ്ങളെ നിർണയിച്ചേക്കാം. എന്നാൽ അവൻ പഠിച്ചെടുത്ത കഴിവുകൾ അവന്റെ അന്തിമ പെരുമാറ്റത്തെ നിർണയിക്കുന്നു. എളുപ്പത്തിൽ ആശങ്കപ്പെടുന്ന ഒരാൾക്ക് തന്റെ ചിന്തകളെ നിയന്ത്രിക്കാൻ പഠിക്കാം. അവന് തന്റെ വികാരങ്ങളെ നിരീക്ഷിച്ച് അവയെ മനസ്സിലാക്കി കൂടുതൽ യുക്തിപരമായ രീതിയിൽ പ്രതികരിക്കാൻ കഴിയും. ജീവിതത്തിലെ ചില ഘട്ടങ്ങളിൽ, പ്രത്യേകിച്ച് ബാല്യകാലത്ത്, പഠനവും വൈകാരികമായ വികസനവും വളരെ വേഗത്തിൽ നടക്കുന്നു. ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന അനുഭവങ്ങൾ ഒരു വ്യക്തിയുടെ ഭാവിയെ ആഴത്തിൽ സ്വാധീനിക്കുന്നു. അതിനാൽ കുട്ടികൾക്ക് സുരക്ഷിതവും സ്നേഹപൂർവവുമായ അന്തരീക്ഷം നൽകുന്നത് അവരുടെ ഭാവി ജീവിതത്തിന് ഒരു ശക്തമായ അടിത്തറയൊരുക്കും. വളർന്ന ശേഷവും ജീവിതം നമുക്ക് നിരവധി അവസരങ്ങൾ നൽകുന്നു. ഓരോ അനുഭവവും ഒരു പഠനാവസരമാണ്. ഓരോ ബന്ധവും, ഓരോ വെല്ലുവിളിയും, ഓരോ പരാജയവും ഇവയെല്ലാം നമ്മെ കൂടുതൽ ബോധമുള്ളവരാക്കാൻ സഹായിക്കുന്നു. ഈ അവസരങ്ങളെ തിരിച്ചറിയുകയും ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. മാറ്റം സാധ്യമാണ്.
നമ്മുടെ വികാരങ്ങളെ മനസ്സിലാക്കാനും അവയെ പുനർരൂപപ്പെടുത്താനും ഉള്ള കഴിവ് നമ്മിലുണ്ടെന്ന് ഇത് തെളിയിക്കുന്നു. ഇത് വ്യക്തിപരമായ വളർച്ചയ്ക്കും സാമൂഹിക പുരോഗതിക്കും മാനസിക ആരോഗ്യത്തിനും വലിയ സാധ്യതകൾ തുറക്കുന്നു. നമ്മൾ നമ്മുടെ ഭാവിയെ മാറ്റാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം നമ്മുടെ വികാരങ്ങളെ മനസ്സിലാക്കണം. നമ്മുടെ ഉള്ളിലെ പ്രതികരണങ്ങളെ തിരിച്ചറിയണം. അവയെ ചോദ്യം ചെയ്യണം. പുതിയ രീതിയിൽ പ്രതികരിക്കാൻ പരിശീലിക്കണം. ഈ പ്രക്രിയയിലൂടെ നമ്മൾ നമ്മെ തന്നെ പുനർസൃഷ്ടിക്കുന്നു. ഇതാണ് വൈകാരിക ബുദ്ധിയുടെ ഏറ്റവും വലിയ വാഗ്ദാനം. നമ്മൾ എങ്ങനെ രൂപപ്പെട്ടു എന്നത് നമ്മുടെ നിയന്ത്രണത്തിലല്ല, പക്ഷേ ഇനി എങ്ങനെ മാറണം എന്നത് നമ്മുടെ കൈകളിലാണ്. ഈ തിരിച്ചറിവ് നമ്മെ ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നു. സ്വയം രൂപപ്പെടുത്താനുള്ള സ്വാതന്ത്ര്യം, കൂടുതൽ ബോധപൂർവമായ ജീവിതം തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം. ഈ സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തുന്നവർക്കാണ് ജീവിതത്തിൽ യഥാർത്ഥ മാറ്റം സാധ്യമാകുന്നത്. വൈകാരിക സാക്ഷരത ഒരു വ്യക്തിയിൽ നിന്ന് സമൂഹത്തിലേക്ക് വ്യാപിക്കുന്ന മാറ്റത്തിന്റെ ശക്തി. മനുഷ്യന്റെ ജീവിതത്തിൽ വിദ്യാഭ്യാസം വളരെ വലിയ പങ്ക് വഹിക്കുന്നു. എന്നാൽ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണയായി ചിന്തിക്കുന്നത് പുസ്തകജ്ഞാനത്തെയും പരീക്ഷാ ഫലങ്ങളെയും കുറിച്ചാണ്. അക്കങ്ങളും അക്ഷരങ്ങളും ശാസ്ത്രവും ചരിത്രവും പഠിപ്പിക്കുന്ന ഒരു സംവിധാനമായി വിദ്യാഭ്യാസം ചുരുങ്ങിപ്പോയിരിക്കുകയാണ്. പക്ഷേ മനുഷ്യ ജീവിതത്തിന്റെ യഥാർത്ഥ വെല്ലുവിളികൾ നേരിടാൻ ഈ അറിവ് മാത്രം പോരാ. മനുഷ്യന്റെ വികാരങ്ങളെ മനസ്സിലാക്കാനും നിയന്ത്രിക്കാനുമുള്ള കഴിവാണ് ജീവിതത്തിന്റെ ഗുണമേന്മ നിർണയിക്കുന്നത്. ഈ തിരിച്ചറിവിലാണ് വൈകാരിക സാക്ഷരത എന്ന ആശയം ഉയർന്നു വരുന്നത്. വൈകാരിക സാക്ഷരത എന്നാൽ ഒരു വ്യക്തിക്ക് തന്റെ വികാരങ്ങളെ തിരിച്ചറിയാനും അവയെ ശരിയായ രീതിയിൽ പ്രകടിപ്പിക്കാനും മറ്റുള്ളവരുടെ വികാരങ്ങളെ മനസ്സിലാക്കാനുമുള്ള കഴിവാണ്. ഇത് ഒരു സങ്കീർണമായ സിദ്ധാന്തമല്ല, മറിച്ച് ഒരു അടിസ്ഥാന ജീവിത നൈപുണ്യമാണ്. ഒരു കുട്ടിക്ക് എനിക്ക് കോപം വരുന്നു, എനിക്ക് പേടി തോന്നുന്നു, എനിക്ക് സന്തോഷമുണ്ട് എന്ന് വ്യക്തമായി പറയാൻ കഴിയുന്നത് തന്നെ വൈകാരിക സാക്ഷരതയുടെ തുടക്കമാണ്. ഈ ചെറിയ ബോധമാണ് പിന്നീട് വലിയ വ്യക്തിത്വമായി വളരുന്നത്. ഇന്നത്തെ സമൂഹത്തിൽ കാണുന്ന പല പ്രശ്നങ്ങളും വൈകാരിക സാക്ഷരതയുടെ അഭാവവുമായി ബന്ധപ്പെട്ടു കിടക്കുന്നു. ചെറിയ കാരണങ്ങൾ കൊണ്ടുള്ള വലിയ സംഘർഷങ്ങൾ, നിയന്ത്രണം വിട്ട കോപ പ്രകടനങ്ങൾ, മാനസിക സമ്മർദ്ദം, ബന്ധങ്ങളിലുള്ള തകർച്ചകൾ, ഇവയെല്ലാം ഒരാൾക്ക് തന്റെ വികാരങ്ങളെ കൈകാര്യം ചെയ്യാൻ കഴിയാത്തതിന്റെ ലക്ഷണങ്ങളാണ്. കുട്ടികൾക്ക് ചെറുപ്പത്തിൽ തന്നെ വികാരങ്ങളെക്കുറിച്ചുള്ള ബോധം നൽകാതിരുന്നാൽ അവർ വളരുമ്പോൾ ഈ പ്രശ്നങ്ങൾ കൂടുതൽ ഗുരുതരമാകും. വൈകാരിക സാക്ഷരതയുടെ പ്രധാന ലക്ഷ്യം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനു മുൻപ് തന്നെ അവയെ തടയുക എന്നതാണ്. ഇതൊരു പ്രിവെന്റീവ് എഡ്യൂക്കേഷൻ ആണ്. ഒരു കുട്ടിക്ക് കോപം വരുമ്പോൾ അത് അടക്കാൻ പഠിപ്പിച്ചാൽ മാത്രം പോരാ, മറിച്ച് ആ കോപം എന്തുകൊണ്ടാണ് വരുന്നത്, അത് എങ്ങനെ ആരോഗ്യകരമായി പ്രകടിപ്പിക്കാം, മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ അതെങ്ങനെ കൈകാര്യം ചെയ്യാൻ കഴിയും, ഇവയെല്ലാം പഠിപ്പിക്കണം. അതിലൂടെ കുട്ടികൾക്ക് അവരുടെ വികാരങ്ങളെ ശത്രുവായി കാണാതെ മാർഗനിർദ്ദേശമായി കാണാൻ കഴിയുന്നു. സ്കൂളുകൾക്ക് ഇവിടെ വളരെ വലിയ ഉത്തരവാദിത്തമുണ്ട്. ക്ലാസ് റൂമുകൾ അറിവ് പകർന്നു കൊടുക്കുന്ന സ്ഥലങ്ങൾ മാത്രമല്ല, അവ വ്യക്തിത്വം രൂപപ്പെടുന്ന ഇടങ്ങളും കൂടിയാണ്. വിദ്യാർത്ഥികൾ തമ്മിലുള്ള ബന്ധങ്ങൾ, അധ്യാപകരുമായുള്ള ഇടപെടലുകൾ, കൂട്ടായ പ്രവർത്തനങ്ങൾ, ഇവയെല്ലാം വികാര പഠനത്തിനുള്ള അവസരങ്ങളാണ്. ഈ അവസരങ്ങളെ ശരിയായി ഉപയോഗിച്ചാൽ കുട്ടികൾക്ക് സഹാനുഭൂതി, സഹകരണം, ഉത്തരവാദിത്വം എന്നീ മൂല്യങ്ങൾ സ്വാഭാവികമായി പഠിക്കാനാകും. കുടുംബവും ഈ പ്രക്രിയയിൽ അത്യന്തം നിർണായകമാണ്. ഒരു കുട്ടി ആദ്യമായി വികാരങ്ങളെ പഠിക്കുന്നത് വീട്ടിലാണ്. മാതാപിതാക്കൾ കുട്ടിയുടെ വികാരങ്ങളെ എങ്ങനെ കാണുന്നു എന്നത് കുട്ടിയുടെ മനസ്സിൽ ആഴത്തിൽ പതിയുന്നു. കരയരുത് എന്ന് പറയുന്നതിനു പകരം നിനക്ക് എന്താണ് തോന്നുന്നത് എന്ന് ചോദിക്കുന്ന മാതാപിതാക്കൾ കുട്ടിയുടെ വികാരങ്ങളെ അംഗീകരിക്കുന്ന അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. ഇത് കുട്ടിക്ക് തന്റെ വികാരങ്ങളെ തുറന്നു പറയാനുള്ള ആത്മവിശ്വാസം നൽകുന്നു. വൈകാരിക സാക്ഷരതയുടെ പ്രാധാന്യം കൗമാരപ്രായത്തിൽ കൂടുതൽ വ്യക്തമായി കാണാം. ഈ കാലഘട്ടത്തിൽ വികാരങ്ങൾ വളരെ ശക്തമാണ്, എന്നാൽ അവയെ നിയന്ത്രിക്കാനുള്ള കഴിവ് പലപ്പോഴും കുറവായിരിക്കും. ഈ സാഹചര്യത്തിൽ ശരിയായ മാർഗനിർദ്ദേശം ലഭിക്കാത്ത യുവാക്കൾ തെറ്റായ വഴികളിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. എന്നാൽ
വൈകാരിക സാക്ഷരതയുള്ള യുവാക്കൾക്ക് അവരുടെ വികാരങ്ങളെ തിരിച്ചറിയാനും അവയെ നിയന്ത്രിക്കാനും ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടാനും കഴിയും. സമൂഹത്തിന്റെ ഭാവി വ്യക്തികളുടെ വൈകാരിക സാക്ഷരതയെ ആശ്രയിച്ചിരിക്കുന്നു. വികാരങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു തലമുറ രൂപപ്പെട്ടാൽ അത് കൂടുതൽ സഹാനുഭൂതിയുള്ള, സമാധാനപരമായ, സഹകരണപരമായ ലോകം സൃഷ്ടിക്കും. മനുഷ്യബന്ധങ്ങൾ കൂടുതൽ ശക്തമാകും, സംഘർഷങ്ങൾ കുറയും, പരസ്പര ബഹുമാനം വർദ്ധിക്കും. ഇതൊരു വ്യക്തിയുടെ വിജയത്തിന് മാത്രമല്ല, സമൂഹത്തിന്റെ പുരോഗതിക്കും നിർണായകമാണ്. മാനസികാരോഗ്യത്തിന്റെ രംഗത്തും വൈകാരിക സാക്ഷരതയുടെ പ്രാധാന്യം വളരെ കൂടുതലാണ്. ഇന്നത്തെ ലോകത്ത് സമ്മർദ്ദവും ആശങ്കയും സാധാരണമായ അനുഭവങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ വികാരങ്ങളെ മനസ്സിലാക്കാനും കൈകാര്യം ചെയ്യാനുമുള്ള കഴിവ് ഒരു പ്രതിരോധ ശേഷിയായി പ്രവർത്തിക്കുന്നു. ഇത് വ്യക്തിയുടെ മനസ്സിനെ സ്ഥിരതയോടെ നിലനിർത്താൻ സഹായിക്കുന്നു. വൈകാരിക സാക്ഷരത ഒരാളുടെ വ്യക്തിപരമായ കഴിവ് മാത്രമല്ല, അതൊരു സാമൂഹിക ആവശ്യം കൂടിയാണ്. മാതാപിതാക്കളും അധ്യാപകരും ഈ മാറ്റത്തിന്റെ ഭാഗമാകണം. കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകുന്നത് പോലെ അവരുടെ വികാരങ്ങളെ മനസ്സിലാക്കാൻ സഹായിക്കുന്ന അന്തരീക്ഷവും നൽകണം. ഒരു സമൂഹത്തിന്റെ യഥാർത്ഥ പുരോഗതി അതിലെ മനുഷ്യരുടെ വികാരപരമായ പക്വതയിലാണ്. അറിവും സാങ്കേതിക വിദ്യയും വളരുമ്പോഴും മനുഷ്യബന്ധങ്ങൾ ദുർബലമാകുന്നു എങ്കിൽ അത് യഥാർത്ഥ പുരോഗതിയല്ല. എന്നാൽ വികാരങ്ങളെ മനസ്സിലാക്കാനും മറ്റുള്ളവരെ മാനിക്കാനും സഹാനുഭൂതിയോടെ ജീവിക്കാനും കഴിയുന്ന ഒരു സമൂഹം രൂപപ്പെടുമ്പോൾ അതാണ് യഥാർത്ഥ പുരോഗതി. ഈ ബോധം വളർത്തിയെടുക്കുന്നത് ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്വമാണ്. നമ്മിൽ നിന്നാണ് ഈ മാറ്റം തുടങ്ങേണ്ടത്. നമ്മുടെ വികാരങ്ങളെ തിരിച്ചറിയുക, അവയെ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യുക, മറ്റുള്ളവരോട് സഹാനുഭൂതിയോടെ ഇടപെടുക. ഈ ചെറിയ ചുവടുകളാണ് വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നത്. ഇതുപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. നന്ദി.